ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത ശ്രീ അനിൽ ഇമ്മാനുവൽ മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹം ഒപ്പം ചേരുകയാണ്. ശ്രീ അനിൽ ഇമ്മാനുവൽ, ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. താങ്കൾ ഇതിനകം ഈ വാർത്ത അറിഞ്ഞു എന്ന് കരുതുന്നു. ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായിട്ടില്ല. എന്താണ് താങ്കളുടെ പ്രതികരണം? വളരെ നല്ലൊരു വിധി എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. ഇത് പറയാൻ കാരണം ഞാനിതിപ്പോൾ മാത്രം പറയുന്നതല്ല. ഞാൻ മനോരമയിൽ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യത്തെ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അന്നു മുതൽ എന്റെ ബോധ്യമാണിത്. ഇത് പോലീസ് എടുത്ത കള്ളക്കേസാണ്. പോലീസിന് ഇത് ഞാൻ പറയുന്ന പൊതുബോധത്തിനെതിരാകും. പക്ഷേ ഈ ഘട്ടത്തിലെങ്കിലും അത് പറയാതിരിക്കാൻ കഴിയില്ല. എന്റെ ചാനൽ, എന്റെ സ്ഥാപനം ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് ഞങ്ങൾ ഇന്നലെ ഈ വിഷയത്തിൽ ഒരു വിശകലനം തന്നെ നടത്തുകയുണ്ടായി. അപ്പോഴും ഞാനത് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് വിധി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്നാണ് ഇന്നലെ വിചാരിച്ചത്. പറയേണ്ടതില്ല എന്നാണ് കരുതിയത്. പക്ഷേ ഇനിയിപ്പോൾ അത് പറയാനുണ്ട്. അതായത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാനിപ്പുലേഷനാണ് പോലീസ് ഇതിൽ കാണിച്ചത് എന്ന് ഞാൻ പറയും. എന്ന് കരുതി പോലീസ് സേന മൊത്തത്തിൽ കുഴപ്പമാണെന്നോ ഇങ്ങനെ കള്ളക്കേസ് എടുക്കുന്നവരാണെന്നോ അതിനർത്ഥമില്ല. പക്ഷെ ചിലർ വിചാരിച്ചാൽ ഇതല്ല, ഇതിലപ്പുറവും ചെയ്യാൻ കഴിയും. ഇത്രയേറെ സ്വാധീന ശേഷിയുള്ള ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു കള്ളക്കേസ് എടുത്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആർക്കെതിരെയും എന്തും ചെയ്യാം എന്നൊരവസ്ഥയിൽ ഈ സേന എത്തുമായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളതുകൊണ്ടാണ് വളരെ നല്ല കൃത്യമായ വിധി എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്റെ കോടതി വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃത്യമാണല്ലോ ഒന്നും പറയാൻ ഞാനാളല്ല. പക്ഷെ എന്റെ ബോധ്യമായിരുന്നു ഇത്. അത് ശരിയായി എന്നുള്ളതിന്റെ ആശ്വാസം എനിക്കുണ്ട്. സന്തോഷമല്ല, ആശ്വാസമുണ്ട്. പക്ഷെ അതേസമയം തന്നെ നിങ്ങൾ കുറച്ചു മുമ്പ് നിങ്ങൾ ഈ റിപ്പോർട്ടർ സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞു കോടതിയുടെ മുമ്പിൽ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് വിധി പറയാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. കോടതിയുടെ മുമ്പിലെ തെളിവിനെ കുറിച്ച് തന്നെയാണ് ഞാനും ആദ്യം മുതൽ പറയുന്നത്. ദിലീപ് നിഷ്കളങ്കനാണെന്നോ അല്ലെങ്കിൽ ദിലീപ് ഈ നടിയെ ഉപദ്രവിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നിട്ടില്ലെന്നോ ഇങ്ങനെയൊന്നും പറയാൻ ഞാനാളല്ല. പക്ഷേ എനിക്കൊരു കാര്യം, ഈ 2017 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ എനിക്കുണ്ടായിരുന്നു ദിലീപിനെതിരെ തെളിവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. ദിലീപിനെതിരെ തെളിവില്ലാതെയാണെന്ന് അയാൾ അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം അന്നും ഇന്നും എന്റെ ബോധ്യമാണ്.